വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം ഡൽഹിയിൽ നിന്ന് വരികയാണ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് വലിയ പ്രതിസന്ധി തടസ്സം സൃഷ്ടിച്ച ഒന്നായിരുന്നു എംപിമാർ മത്സരരംഗത്തുണ്ടാകണമോ വേണ്ടയോ എന്നുള്ള ചോദ്യം. അതിൽ കെ സുധാകരനും അതോടൊപ്പം അടൂർ പ്രകാശും മത്സര സന്നദ്ധത അറിയിച്ചിരുന്നു. കെ സുധാകരൻ കണ്ണൂർ സീറ്റിന് വേണ്ടി നിർബന്ധ ബുദ്ധിയിലുമായിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡ് എടുത്തിരിക്കുന്ന തീരുമാനം എംപിമാർ മത്സരരംഗത്ത് വേണ്ട എന്ന് തന്നെയാണ്. അവർ പാർലമെന്റിൽ തുടരട്ടെ എന്നതാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം. ഈ തീരുമാനം എംപിമാരെ അറിയിച്ചിരിക്കുന്നു എന്ന വിവരം വിനീത VG റിപ്പോർട്ട് ചെയ്യുന്നു. ഡൽഹിയിൽ നിന്ന് വിനീത, വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. സത്യത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിനും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനുമൊക്കെ വലിയ തടസ്സം സൃഷ്ടിച്ചത് കെ സുധാകരൻ കണ്ണൂർ സീറ്റിൽ മത്സരിക്കാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചതും അതിൽ നിർബന്ധം പിടിച്ചതുമാണ്. അത്തരം ഒരു നിർബന്ധത്തിനും വഴങ്ങണ്ട എന്നാണോ ഹൈക്കമാൻഡിന്റെ തീരുമാനം? അങ്ങനെയാണെങ്കിൽ കെ സുധാകരനെ അനുനയിപ്പിക്കുക എന്നത് ശ്രമകരമായ ഒരു ദൗത്യമായി കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ നിൽക്കുകയാണോ? എന്താണ് മറ്റു വിശദാംശങ്ങൾ വിനീത? തീർച്ചയായും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തുടക്കം മുതൽ തന്നെ ഈ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം ഏറെക്കുറെ പ്രതിസന്ധി ഉണ്ടാക്കിയത് എംപിമാർ മത്സര സന്നദ്ധത അറിയിച്ചത് തന്നെയാണ്. അതിൽ കെ സുധാകരനൊപ്പം തന്നെ അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള MK രാഘവൻ അടക്കമുള്ള എംപിമാർ മത്സരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തിയത് കോൺഗ്രസിന് വലിയ പ്രതിസന്ധി തന്നെയാണ് ഉണ്ടാക്കിയത്. അതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സുധാകരന് മാത്രമായ ഒരു ഇളവ് നൽകുകയാണ് എങ്കിൽ മറ്റ് എംപിമാർക്കും അടൂർ പ്രകാശ് അടക്കമുള്ള എംപിമാർക്കും അത്തരത്തിലേക്കുള്ള ഒരു ഇളവ് നൽകേണ്ടി വരുമെന്നടക്കമുള്ള ആശയക്കുഴപ്പങ്ങളും ആശങ്കകളും ഒക്കെ തന്നെ നേതൃത്വത്തിനുണ്ടായിരുന്നു. പക്ഷേ തുടക്കം മുതൽ തന്നെ ഇക്കാര്യത്തിൽ KPCC നേതൃത്വം തീരുമാനം നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.